നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, രാഷ്ട്രീയ ലോക്ദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യർ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും അമ്മയെന്ന് പറയാവുന്ന, അമ്മയെന്ന് വിളിക്കുന്ന കവിയൂർ പൊന്നമ്മ അവരുകൾ ഏതാനും നിമിഷം മുൻപ് ഈ ലോകത്തൊരു യാത്ര. ആ മഹതിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു കുടുംബത്തിന് സമാധാനപൂർവ്വം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങാം. മറ്റൊന്ന്, പ്രശസ്ത ചരിത്രകാരനായ വേലായുധൻ പണിക്കശ്ശേരി അദ്ദേഹവും മരിച്ചു. അതിന് പുറമെ ഏറ്റവും വലിയവൻ, ഉയരം കൊണ്ട് ഏറ്റവും വലിയവെന്ന് പറയുന്ന ഖമറുദ്ദീൻ അദ്ദേഹവും ഏതായാലും ഇന്ന് തന്നെ വീട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞ് പെൺകുട്ടികളുള്ളത്, ബാലഗർഭം മലപ്പുറം ജില്ലയിൽ നിന്ന് മാറി മാറി തെക്കൻ ജില്ലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്, വിദഗ്ധന്മാർ കണ്ട് മനസ്സിലാക്കുന്നത് മൊബൈൽ കൂടിയാണ് ഇതെല്ലാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്നത്. അതാണ് സെക്സിനെ കുറിച്ച് നിരോധനവും അത് കാണുന്നത് കുറ്റകരമാക്കുന്നത്. കുറ്റകരമാക്കിയാലും ഇപ്പോൾ പോലീസൊക്കെ എത്ര പ്രാവശ്യം നിർത്താൻ പറ്റും. അപ്പോൾ കാരണവന്മാരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഈ മക്കളൊക്കെ പറ്റ ബുദ്ധിമുട്ട്, അവർ ആധുനിക യുവ രക്തം വെള്ളം മിടുക്കന്മാരും സമർത്ഥരാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അതിൽ ഒരു കാര്യം കൂടി പറയാറുണ്ടല്ലോ, എങ്ങനെ ഗർഭം ധരിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഗർഭം എങ്ങനെ ഒഴിവാക്കാം, അതുകൂടി പറയുന്നതാണ് അത്. അതൊന്നും അവർ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. കാരണം തീയും പഞ്ഞിയും പോലെ അതുകൊണ്ട് ചാടിപ്പിടിക്കും. അതുകൊണ്ട് രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പ്രായവത്തി ആയാലും ആയില്ലെങ്കിൽ നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ കൂടെ കീഴിൽ തന്നെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അല്ലെങ്കിൽ മാനഹാനി വരും, സാമ്പത്തിക നഷ്ടം വരും, നാണക്കേട് വരും, കുഞ്ഞും മക്കളും നഷ്ടപ്പെടും. അപ്പോൾ ബഹുമാന്യരെ, എൻ്റെ എല്ലാ സഹോദരന്മാരോടും പ്രത്യേകിച്ച് അമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞു മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, സ്വന്തം അച്ഛൻ്റെ മുമ്പിൽ പോലും, ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മയൊക്കെ വരില്ലേ, അച്ഛൻ്റെ മുമ്പിൽ പോലും ഒരു പരിധിയിൽ കൊണ്ട് അടുക്കാൻ പാടില്ല, അടുപ്പിക്കുകയും ചെയ്തത്. വാത്സല്യമുണ്ട്. ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ പെൺമക്കളെ നമ്മൾ സ്നേഹിക്കാണ്ട് വാത്സല്യക്കാണ്ട്, പക്ഷെ അതൊക്കെ ലിമിറ്റ് വേണം. അല്ലാതെ ബെഡ്റൂമിലേക്ക് കൊണ്ട് എന്നിട്ട് അച്ഛൻ്റെ കൂടെ കിടക്കുക. ചില കുട്ടികളുണ്ട് വന്ന് അച്ഛൻ്റെ കൂടെ കിടക്കും. അത് അവർ നിഷ്കളങ്കമായിട്ടാണ്. പക്ഷെ അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാനൊക്കെ ഏതാണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളായിട്ട് അതിനകത്ത് അവൾ പറയുമായിരുന്നു, മോളെ അതും സ്നേഹമൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ തൊട്ടെടുക്കാൻ അധികം ഇടപഴകരുതെന്നും. എന്നുവെച്ചാൽ വേറൊന്നുമായിട്ടില്ല, അങ്ങനെ അത് അപ്പോഴേ അവർ ശീലിപ്പിക്കണം. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് മറ്റു പുരുഷന്മാരെ അത് ഓർമ്മ വരും. അതാണ് അച്ഛന് പറയുന്നത്. അപ്പോൾ അച്ഛനായാലും ആങ്ങളെയായാലും ബന്ധുക്കളായാലും കസിൻസൊക്കെ എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കുക. വിരുന്നുകാർ വരും പോകും, അവർക്കെല്ലാം അതേ രീതി അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, മുഴുവൻ സ്വാതന്ത്ര്യം കൊടുക്കുക. ആ കുട്ടികളെ അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടു പറഞ്ഞാൽ അപകടം ഉണ്ടാവും പറയാണ്. മറ്റൊന്നിപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രത്യേകിച്ച് 90% മുസ്ലിങ്ങളും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് വോട്ട് ചെയ്തത്. 95 പറഞ്ഞില്ല, വളരെ കുറച്ച് മാത്രം പുറത്ത് പോയിട്ടുണ്ട്. BJP കാര്യമായിട്ട് വോട്ട് പോയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇന്നത്തെ കാര്യം കോൺഗ്രസ് വിദേശകാര്യത്തിൽ ഒരു ചെയർമാൻ, പിന്നീട് വിദ്യാഭ്യാസത്തിൽ, കൃഷിയിൽ, ഗ്രാമവികസനം 4 ചെയർമാൻമാരെ നിയമിച്ചു. 4 പേരെ നിയമിക്കും. ഒരാളെങ്കിലും നിങ്ങൾക്ക് നികൃഷ്ട ജീവികളെ, നേതാക്കളെ, രാഹുൽജി, നിങ്ങൾക്ക് ഒരാളെങ്കിലും മുസ്ലിം വഹിക്കാൻ പാടില്ല. 20% ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലേ, 20% 20%, 5-1 അപ്പോൾ 4 പേരെങ്കിലും ഒരു സമയത്ത് ഒരാളുകളെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുസ്ലിം സമുദായത്തോട് 70 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് ഈ കോൺഗ്രസ് നിങ്ങൾ പറയാൻ കാരണം ഞാൻ എന്നെ മാറ്റി നിർത്താമെന്നറിയോ, നിങ്ങൾക്ക് എന്ത് തന്നവർ?
ഇപ്പം ഏറ്റവും ഉദാഹരണം ഇന്നലെ 4 വെച്ചിട്ട് ഒരാൾ പോലും വെറുതെ നടക്കാൻ പറ്റുമോ? മണ്ടന്മാരല്ലാത്ത മുസ്ലിം ചിന്തകരെ, മുസ്ലിം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കുക. അയോധ്യയിൽ നിന്ന് കൊട്ടിഘോഷിച്ച് BJP തോൽപ്പിച്ച് ജയിച്ചു വന്ന സമാജ്വാദി പാർട്ടിയുടെ ഒരു ദളിത് നേതാവ് പറയാമല്ലോ, അയോധ്യയിൽ BJP തോൽപ്പിച്ചാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, അത് ശരി. ആ MP 4ാമത്തെ 5ാമത്തെ റോയിൽ ഇരുന്നിട്ട് ഈ രാഹുൽജി കയ്യെ പിടിച്ചുകൊടുന്ന് ഫസ്റ്റ് റോയിൽ മടിയിലിരുത്തിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നത് അതും ദളിത് തന്നെയല്ലേ? അത് രാഹുൽ ഗാന്ധി മുസ്ലിങ്ങളായിട്ട് ഇടപഴകുമ്പോൾ, വർഗീയത പറയല്ല, നമ്മൾ സത്യമായിട്ട് ഇടപഴകുമ്പോൾ എന്തൊരു അകൽച്ചയാണ് കാണിക്കുന്നത്. ഇത് അതുപോലെ ചില പകർച്ചവ്യാധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 90% വോട്ടും നിങ്ങൾ കോൺഗ്രസ് മുന്നണിക്കോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് നൽകിയവർ, അതേ സ്ഥാനത്ത് നിങ്ങളൊരു 90% 45% വോട്ട് നിങ്ങൾ BJP മുന്നണിക്ക് BJP ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഉപപ്രധാനമന്ത്രിയായിട്ട് നിങ്ങൾ ഒരുവരെ നിശ്ചയിക്കുമായിരുന്നു, ഉറപ്പാണത്. കാരണം ഒരു വാക്ക് പത്മജ ഇപ്പം നോക്കള്, പത്മജ ഇപ്പം പിന്നെ കേരള ഗവർണറൊക്കെ പോകണം. എന്താ പത്മജയ്ക്ക് കാണാൻ പറ്റില്ലേ? പുലിയിരുത്തില്ലേ? കാരണം അവൻ്റെ മോളില്ലേ? വിദ്യാഭ്യാസം എല്ലാം ഉണ്ടല്ലോ, അത്യാവശ്യം സൗന്ദര്യമൊക്കെ. അതായത് ഇന്നത്തെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഹുസൈൻ, അത് ഞാനായിട്ട് വലിയ ബന്ധം നിങ്ങൾക്കറിയാലോ. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ബഹുജൻ സമാജ് പാർട്ടിയിൽ ഡൽഹിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടിയിൽ ഉണ്ടായത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം അങ്ങനെ അദ്ദേഹത്തിൽ പദവിയിലിരിക്കുക നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം മാറി ഉടനെ പറ്റി ആകുന്നൊരു റിപ്പോർട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തു തരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ വീട് പറഞ്ഞത് എന്താ കാര്യം എന്നറിയോ? ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് സംഘ് പരിവാറാണ്. BJP എന്ന് പറഞ്ഞ സംഘ് പരിവാറാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണ്. അല്ല, ഇപ്പോൾ അല്പം എഴുതി കെട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ സംഘ് പരിവാറിന് ഒരു കാര്യം അറിയാം: ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു മുസ്ലിം രാഷ്ട്രം വരില്ല. മനസ്സിലാക്കണം. നിങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രദ്ധിക്കണം, തെറ്റുകൂടെ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ പറഞ്ഞത്. ഇത് ശേഷഭരിതകാർ അതിലേക്ക് ഗൗരവമുള്ളതാണ്. അവർ ഇത് ആധിപത്യമാണ്. ഇന്ത്യയെ ആക്രമിക്കുക ഒരു മുസ്ലിം രാഷ്ട്രം വരില്ലെന്ന് ഇന്ത്യയിലെ സംഘ് പരിവാർ നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾക്ക് ഈ കാര്യം മനസ്സിലായോ? എന്താണത്? സംഘ് പരിവാർ ഒരു മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിക്കാൻ പോവില്ല. പാകിസ്ഥാൻ വിട്ടില്ല, അത് അയൽവക്കാണ്. അല്ല 10, 100, 2000, 5000 കിലോമീറ്റർ അകത്ത് കിടക്കും. ഒരു മുസ്ലിം രാഷ്ട്രത്തെയും സംഘ് പരിവാർ നയിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ആക്രമിക്കാൻ പോകില്ല. ഉറപ്പ് തരാൻ, ഗ്യാരണ്ടി തരാം. അറബി രാജ്യങ്ങൾ ആക്രമിക്കുന്നത് വേറെ വിഭാഗങ്ങൾ. അപ്പോൾ ഇത് തന്നെയല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏറ്റവും വലിയ ശത്രു സംഘ് പരിവാറാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രചരണം. അങ്ങനെയെങ്കിൽ ആ സംഘ് പരിവാറിന് നമുക്കെതിരെ വരുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാന്നുണ്ടല്ലോ, അതൊരു തത്വമാണല്ലോ. അങ്ങനെ തത്വം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് നമുക്കെതിരെ വരുന്ന അത് നമുക്ക് അനുകൂലമാക്കിയെടുക്കുക. അപ്പോൾ പരമാവധി സംഘ് പരിവാർ നേതാക്കളായിട്ട് അടുത്ത് ഒരു ധാരണ എത്തുക. അതാണ് ബുദ്ധി. ഇത് തന്നെ മറച്ചുകൊണ്ട് ഇന്ത്യയിൽ സംഘ് പരിവാറിൻ്റെ മുഖ്യ ശത്രു ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റിൻ്റെ പറയുന്നു ആദ്യ മുഖ്യ ശത്രു മുസ്ലിമാണ്. ആ മുസ്ലിമാണെന്ന് അങ്ങനെ ധാരണ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. പക്ഷെ അങ്ങനെയാണ് പ്രചരണം. അങ്ങനെയാണെങ്കിൽ സംഘ് പരിവാർ ആ സംഘത്തെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി കൂടെ നിർത്താം. അതല്ലേ ബുദ്ധി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ കൊഞ്ഞനം പറഞ്ഞ് നിർത്തി മാറ്റി വെച്ചിട്ട് ഇപ്പോൾ പിണറായി സഖാവ് ഒരു കാര്യം ധാരണ എത്തിയല്ലോ. എന്താ ധാരണ എത്തിയത്? ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പിണറായിയെ കുറിച്ച്. കാരണം സംഘ് പരിവാറായിട്ട് ധാരണ എത്താൻ പോകണം. അപ്പോൾ പിന്നെ കുറ്റം പറയാൻ പറ്റുമോ? അതെന്താ രാഷ്ട്രീയമല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്, 20% ഉണ്ടെന്ന് പറയുന്നത്, എന്നാൽ ഏതൊരു 30 കോടികളും വരും. അതിലൊരു 50% നിങ്ങൾ 90% കോൺഗ്രസിനും കൊടുക്കുന്ന നേരമുണ്ട് സംഘ് പരിവാറിന് കൊടുത്താൽ
ഞങ്ങൾ ധൈര്യമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഇന്ത്യയിലെ ഉപപ്രധാനമന്ത്രിയായിട്ട് നിങ്ങളിൽ നിന്ന് ഒരാൾ വയ്ക്കും. പക്ഷേ ഈ കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചിട്ട് ജഗൻജിൻ റാവിനെ അവർ ഉപപ്രധാനമന്ത്രിയാക്കി. ഒരു മുസ്ലിം സമുദായം ഒരാളെ വെച്ചോ? ഏതാണ്ട് ഈ ദളിതുകളും മുസ്ലിങ്ങളും ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ തുല്യമാണ്. അത് ചെറിയ വ്യത്യാസമാണ്, ഇപ്പോൾ തുല്യമാണ്. എന്നിട്ട് വെച്ചോ? വയ്ക്കില്ല. കോൺഗ്രസ് വയ്ക്കാൻ തൻ്റെ ധൈര്യം കോൺഗ്രസ് ഇല്ല. ഈ രാഹുൽ ഗാന്ധിയിൽ ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം അറിയോ, അദ്ദേഹത്തിനൊന്നും ഒരു മുതിർന്ന അല്ലെങ്കിൽ മുന്നോക്ക ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾ കാണിക്കാൻ അവർക്ക് ധൈര്യമില്ല, നട്ടിലില്ല, ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ദീർഘവീക്ഷമുള്ള മനഃശാസ്ത്രം അറിയുന്ന, ഫിലോസഫി അറിയുന്ന, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു ധാരണ എത്തിയിരിക്കുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കുക. എന്നിട്ട് ഞങ്ങൾ പറയുക, ഞങ്ങൾ 20% ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ 5-1 അപ്പോൾ എന്ത് സംഗതി പങ്കിടുമ്പോഴും 5-1 ഞങ്ങളുടെ ആൾക്കാർക്ക് വേണം എന്ന് പറഞ്ഞ് ധാരണ എത്തിയാൽ മുന്നോട്ട് പോകാം. അപ്പോൾ 10 ലക്ഷമാണ് ഇപ്പോൾ UP-യിലേക്ക് ഒരുപാട് മുസ്ലിങ്ങൾ BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. അതാവശ്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്നറിയോ, നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ യുദ്ധമൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ വീരപ്പൻ എന്നൊരു കാട്ടുകാളുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് ഒരു നോമിനി മാത്രമാണ്, ഒരു പ്രതീകം മാത്രമാണ്. കാട്ടിൽ തടി കട്ടെടുക്കാനുള്ള ഒരു അക്കൗണ്ട് മാത്രമായത്. വാസിൽ അങ്ങനെ ഒരു ആൾ യഥാർത്ഥം ഇല്ലെന്ന് തന്നെ പറയുന്നത്. കാരണം നമുക്ക് സർക്കാരിൻ്റെ മുതൽ കട്ടെടുക്കണമെങ്കിൽ ഒരു ചെല്ലാനില്ലാതെ എടുക്കാൻ പറ്റില്ല. അതെല്ലാവരും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി എടുത്തൊക്കെ. അതുപോലെ ഈ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കുമെന്നുള്ള, വിശ്വസിച്ചേ തീരുക, അതാണ് സത്യം. അതുപോലെ ഈ ഇറാനിലെ ആയത്തുള്ള ഖൊമേനി ആ ഗ്രൂപ്പ് ഷാ പഹലി രാജാതിരാജൻ ഷഹൻഷായെ മാറ്റി ഇവരെ അധികാരത്തിൽ കയറ്റാൻ ശ്രമിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാധന നിങ്ങൾക്കറിയോ? അമ്പരുന്ന് പോകും നിങ്ങൾ കേട്ടാൽ. അതാണ് മനഃശാസ്ത്ര വ്യത്യാസം. അത് ഇസ്രായേലും അമേരിക്കൻ ലോബിയാണ്. ഈ പഹലവിയെ മാറ്റിയിട്ട് ഈ താടിക്കാരൻ ഖൊമേനിയെ കൊണ്ടുവന്നത് ഇസ്രായേലിലെയും അമേരിക്കയുടെയും രഹസ്യ ബുദ്ധിയാണ്. അവരെ പാവയാണ് ഇറാൻ. കാരണം 10-30 വർഷം പഴക്കമുള്ള ടെക്നോളജി വെച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിം രാജ്യത്തെ മുഴുവൻ രക്ഷിക്കും, ഇസ്രായേലിനെ നശിപ്പിക്കും, അമേരിക്ക നശിപ്പിക്കും, ഇന്ത്യ വേണ്ടി നശിപ്പിക്കും എന്ന് പറയുന്ന ഈ വിഡ്ഢി കോമരങ്ങൾ അമേരിക്കയുടെ പാവയാണ്. അമേരിക്ക അറിയാതെ ഇന്നത്തെ ഭരണാധികാരി, ഞാൻ വ്യക്തമായിട്ട് ആ പ്രസിഡന്റിനെ കൊന്നിട്ടുണ്ടല്ലോ, ഇന്നത്തെ ഖൊമേനി അറിയാതെ, ഇറാനിലെ ഭരണാധികാരി അറിയാതെ ആ പ്രസിഡന്റിനെ അവിടെ കൊല്ലാൻ പറ്റില്ല, അപകടപ്പെടുത്താൻ പറ്റില്ല. മറ്റാൾ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു ഇസ്രായേലിന്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. ഹമാസ്, വാസ്തവത്തിൽ ഹമാസ് ഇസ്രായേൽ സൃഷ്ടിയാണ്. എനിക്ക് ഭ്രാന്താണെന്നോ അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊല്ലാൻ ചിലപ്പോൾ ദേഷ്യം തോന്നും. പക്ഷേ ഇതൊരു മനഃശാസ്ത്രം പറഞ്ഞത് എന്തുകൊണ്ട് അറഫാത്ത് ഉണ്ടായത്, അദ്ദേഹം യഥാർത്ഥ ലിബറേഷൻ അത് യഥാർത്ഥ ഫലസ്തീൻ ലിബറേഷൻ ആർമി തന്നെയായിരുന്നു. അദ്ദേഹത്തെയാണല്ലോ പല രീതിയിലും എന്ത് ചെയ്തത്, സ്ലോ പോയിസൺ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കാരണക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫലസ്തീനിൽ നിന്ന് ഈ ഹമാസ് ഗ്രൂപ്പിൽ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേലാണെന്ന് ഇത് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലാണെന്ന് പറയാം. അതെന്തുകൊണ്ട്? അപ്പോൾ അവർ കളിപ്പാവയാണ്. ഇപ്പോൾ ഇസ്രായേൽ അതിനുശേഷം ഫലസ്തീനിലെ എല്ലാ മനുഷ്യരെ കൊന്നുകളഞ്ഞു. അതൊന്നും അറിയപ്പെടാവുന്ന ഒരു ജോലിക്ക് അറിയപ്പെടുന്ന നേതാക്കൾ വളരെ കുറച്ചുള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തെ ജനങ്ങളെ അത് കൊന്നത്. ഈ 50,000 കൊന്നു, 2 ലക്ഷം കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും കൊന്നു തീർന്നു, കണക്ക് അത്രയേ ഉള്ളൂ. അതിനൊക്കെ ഈ ഹമാസ് എന്ന് പറയുന്ന ആ നെറികെട്ട സംഘടന രഹസ്യമായിട്ട് ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ കാര്യം പറയാം, ഇസ്രായേലിലേക്ക് ഇവർ ഒക്ടോബർ 7-ാം തീയതി ഈ പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് കയറി 10,000 പേരെ കൊന്ന് 350 പേര് ബന്ദിയായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇസ്രായേലിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വയർലെസ് സെറ്റ് ഓഫ് ആയിരുന്നു. മനസ്സിലാകണ്ടോ?
അപ്പോൾ ഇസ്രായേൽ കരുത്തിക്കുട്ടി സമ്മതിച്ചാണ് അവസരം കൊടുത്തത്, നിങ്ങൾ കയറിയതിന് ശേഷം അപ്പോൾ അവർക്ക് കയറി എളുപ്പമായി. സാധാരണ ബുദ്ധി ചോദിച്ചാൽ മനസ്സിലാവില്ല. ഈ പറഞ്ഞ ഹമാസിൻ്റെ എത്ര പേരെ ഒരാൾ കൊന്നായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലെന്നേ. ഒരു സൃഷ്ടിയാണ്. നമ്മുടെ വീരപ്പൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഹമാസിൻ്റെ കുറേ നേതാവ് 5, 10, 100 പേരുകളുണ്ട്, ബാക്കിയൊക്കെ ഒരു സൃഷ്ടിയാണ്. ഇതെല്ലാം ഒരു അഭിനയം ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ ഈ ഇറാനിലെ കാര്യവും. അപ്പം അതുകൊണ്ട് നമ്മളെന്താ വേണ്ടേ? നമ്മൾ ഈ അമേരിക്കയുടെ ഇസ്രായേലിലേക്ക് വലയിൽ വീഴാതെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ലോകത്ത് അറിയപ്പെടുന്ന 1, 2, 3, 4 രാജ്യമാകാണ്. പല പോരായ്കളുണ്ട്, അതിന് ഞാൻ അനുകൂലിക്കുന്നില്ല. പോരായ്കളുണ്ട്, ഉറപ്പാണ്. ചില കണക്കുകൾ വെച്ച് പോരായുണ്ട്. എങ്കിലും അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് 20% വരുന്ന മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഈ കോൺഗ്രസിൻ്റെ വാലാട്ടി നടക്കാതെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാലാട്ടി നടക്കാതെ, അവരൊന്നും നിങ്ങൾക്ക് ഒന്നും തരില്ല. എന്താ തന്നിട്ടുള്ളത്? ഒരു മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്കല്ല. ഇന്ത്യയിൽ ഒരു മുഖ്യ സ്ഥാനം കോൺഗ്രസ് തരില്ല. ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരില്ല. ഇന്ത്യയിൽ ആഭ്യന്തര സ്ഥാനം കോൺഗ്രസ് തരുമോ? കേരളത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം കോൺഗ്രസ് അല്ലെങ്കിൽ CPM തരുമോ? വേണ്ട. ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണം കിട്ടാൻ തരുമോ? തരില്ല. എന്ന് മാത്രമല്ല, അവരിപ്പോഴും ഒരു 1000 ഒരാൾ വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ വയ്ക്കും പ്രസിഡന്റിന്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് വെച്ച്, അത് ഇന്ദിരാഗാന്ധി ആവശ്യമായിരുന്നു. അത് ഫക്രുദ്ദീൻ അലി മുമ്പായിട്ട് സക്കീർ ഹുസൈനെ വെച്ച്. ഈ 2 പ്രധാന പ്രസിഡന്റുമാർ മാത്രമാണ് കുളിമുറിയിൽ കരണ്ടടിച്ച് മരിച്ചിട്ടുള്ളൂ. ബാക്കി അന്നും ഇന്നും ഇതേവരെ ഒരു പ്രസിഡന്റുമാരും കുളിമുറിയിൽ മരിച്ചിട്ടില്ല. അപ്പോൾ അറിയാലൊക്കെ ടെക്നിക്ക് എന്താണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മണ്ടന്മാരാകാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയം സുരക്ഷിതമാണ്, യാതൊരു സംശയമില്ല. അതാണ് എൻ്റെ അവസ്ഥ. എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഞങ്ങൾ 67% ലീഗ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഇവിടെ ഭരണത്തിൽ വന്നില്ലേ? എന്നിട്ട് ഈ സമുദായം അവർ ചെറിയ ആൾക്കാർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലെന്നല്ല. ബാക്കി സമുദായത്തെ എന്ത് ചെയ്ത്? അത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ആ അറബിക് സർവകലാശാല. ഈ ലീഗുകാർ ചെയ്തോ? ഈ കോൺഗ്രസ്സുകാർ ചെയ്തോ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വളരെ ആസൂത്രിതമാണ്. ഞങ്ങൾ ബ്ലൂ പ്രിൻ്റ് ശരിയാക്കിയിട്ടുണ്ട്, ഒരു ഡ്രാഫ്റ്റ് ഉണ്ട്, എങ്ങനെ പോകുന്നൊക്കെ. അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയിൽ സുരക്ഷിതമായി കഴിയാൻ സംഘപരിവാർ എന്നുള്ള ഇത് യാഥാർത്ഥ്യം കഴിഞ്ഞു, BJP എന്നുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ്, ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് അതിനെ നമ്മൾ കൊഞ്ഞനം കാണിക്കുക അല്ലെങ്കിൽ എതിർത്തിട്ടോ കാര്യമില്ല. അവിടെ ചെയ്യേണ്ടത് അവരായിട്ട് ഒത്തുപോയിട്ട് അവരൊരു ധാരണ എത്തി. അടിമയാകണമെന്നല്ല പറഞ്ഞത്, നോട്ട് സ്ലേവർ, അടിമയല്ല. നിങ്ങൾ എന്നിട്ട് ധാരണ എത്തിയിട്ട് പറയേണ്ട ഇതാണ്, 5-1 ഞങ്ങൾ 5-1 ജനസംഖ്യ പരിപാടി, ആ 5-1 ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും താഴും. പണ്ട് കാലത്ത് CH മുമ്പ് ഒരു കാര്യമാണ്, 3-1 മുസ്ലിമായിട്ട് വെച്ചതിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും 3-1 എന്നാലും മുസ്ലിം സമുദായം, അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോൾ കുഞ്ഞാലിക്ക വന്നതിന് ശേഷം, നട്ടില്ലാത്ത കുഞ്ഞാലിക്കയും ഈ മുഹമ്മദ് ബഷീറൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, അതൊന്നുമില്ല, അവരൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ CH ആത്മാർത്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഭയം ഉണ്ടായിരുന്നു. അദ്ദേഹം അഴിമതിക്കാരനോ അല്ലെങ്കിൽ പെണ്ണുപിടിയൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് ഭയമുണ്ട്. ഇപ്പോൾ ഉള്ളവരൊക്കെ വെറും കണ്ടാങ്ഷങ്ങൾ വല്ല വിലയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പറയണോ, എന്തുകൊണ്ട് അറബിക് സർവകലാശാല തുടങ്ങാൻ അനുവദിച്ചില്ല? നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടത്, നിങ്ങൾ സമുദായത്തെ നിങ്ങൾ വിളിച്ചു പറയണം, ഇന്ന കാരോട് ഞങ്ങൾ ചെയ്ത തെറ്റായിപ്പോയിന്ന്. അത് നിങ്ങളുടെ കോൺഗ്രസ്സിലെ ഭരിക്കുന്നത്, മൻമോഹൻ സിംഗിലെ ഭരിച്ചത്, അദ്ദേഹമല്ല സച്ചാർ കമ്മിറ്റി നിയമിച്ച് ഇത് പാസ്സാക്കിയത്. പാലടിയും ഇട്ടിട്ട് നിങ്ങൾ ഏറ്റുവന്ന് ആയിട്ട് ചെയ്തോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതേവരെയും പറഞ്ഞോ? ഇപ്പോഴും പറയുന്നുണ്ടോ എന്തുകൊണ്ട് അറബിക് സർവകലാശാല ഇട്ടില്ലെന്ന്? അത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അവരെ വളർച്ചയ്ക്ക് തീർന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ജില്ല ലീഗ് അത് ഈ നിലക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ ലീഗ് അനുഭവിക്കുന്നത്. എന്നാലും ഇപ്പോൾ ലേഖനങ്ങൾ വന്നു തുടങ്ങിയില്ലേ? വലിയ പ്രതിസന്ധി മാത്രമല്ല, മറ്റൊരു വിമത പ്രസ്ഥാനം ഉണ്ടാക്കി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി വരാൻ പോകുന്നത്, അതൊക്കെ ലീഗിന് അടിക്കുകയാണ്. കാരണം ലീഗിൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. അവർക്കൊന്നും യാതൊരു ആത്മഹത്യ സമുദായത്തോടില്ല. പിന്നെ ഉള്ളവരോടാണ് അവർക്ക് അവരുടെ ചിൽബന്ധികൾക്ക് വേണം. ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഈ പിണറായി സഖാവിനെ മുഖത്ത് നോക്കി ഒരു വാക്കുകൾ ഇത്രയും കാലത്തെടുക്ക് LDF ഗവൺമെൻറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് ഞഞ്ഞാവിൻ്റെ പറയാതില്ല പറയുന്നുണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല.
കുഞ്ഞാക്കായും പിണറായി സഖാവും കെ മുരളീധരനൊക്കെ ഒരു ചില ശൃംഖലയുടെ കണ്ണികളാണ്. അവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വ്യക്തമായിട്ട് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടി പിണറായി സഖാവ് വന്നപ്പോൾ നേരെ പാർലമെന്റിലേക്ക് പോയി. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസ് ഭരണം കിട്ടിയാലും മന്ത്രിയാകുന്നതിന് പകരം, അല്ലെങ്കിൽ പിണറായിക്കെതിരെ നിൽക്കണ്ട, അങ്ങനെ പോയി. അവിടെ വിജയിക്കാൻ പറ്റിയില്ല. എനിക്ക് അവരോടൊക്കെ സഹതാപമൊന്നുമില്ല, ദേഷ്യമല്ല. ഇത്രയും വലിയ പ്രശ്നത്തിൽ കഴിയുന്ന ഒരു സമുദായത്തെ നേതാവിൽ നിന്നിട്ട് പാർലമെൻറ്റിനകത്ത് ഷൈൻ ചെയ്യാൻ പറ്റുമോ? അസംബ്ലിയിൽ ചെയ്യാൻ പറ്റുമോ? വായി തുറന്ന് വ്യക്തമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടോ ഈ 2-3 വാചകത്തിൽ ഒതുക്കാല്ലാതെ ഈ മമ്മൂട്ടിയുടെ പ്രസംഗം പോലെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പ്രസംഗം പോലെ അവരെന്താണ് ഒരു ഉദ്ഘാടനം വന്ന് 2-3 വാക്ക് പറയുക. അതുപോലെ പറയുക അവർക്ക് അറിയില്ല, പഠിച്ചിട്ടില്ല, അവർക്ക് സ്ക്രിപ്റ്റ് കിടണം, അല്ല പറയില്ല. അതുപോലെയല്ല കുഞ്ഞാക്ക, അതുപോലെ ഒരു രാഷ്ട്രീയക്കാരനല്ല CH മുമ്പ് പോലെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ബനാത്ത് പോലെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പിന്നെ ഇസ്മായിൽ സാഹിബ് പറഞ്ഞ പോലെ സമുദായത്തിന് വേണ്ടി നട്ടിൽ നോക്കിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വ്യക്തമായിട്ട്? അതല്ല, അത് ഇങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ധൈര്യം കാണിച്ചോടെ പറയാൻ അറിയാവോ? ഏറ്റവും വലിയ കാര്യം. അപ്പം അതുകൊണ്ട് അവരിൽ നിന്നും പ്രതീക്ഷയില്ല, ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ ചെയ്യേണ്ടത് ബുദ്ധിപൂർവം കരുക്കൾ നിൽക്കുക, അല്ലാതെ ഈ അറബികൾ അത് ചില കാര്യം കാണിക്കും പോലെ പരസ്പരം ആളെ കൊന്നും മണ്ടത്തരം കാണിച്ചും പേജർ ഇട്ടിട്ട് അത് പറയുമ്പോൾ ഗോൾഡൻ മേയറില്ലേ, ഗോൾഡൻ മേയർ അന്ന് ഇസ്രായേൽ ഊവിയിരിക്കാൻ വേണ്ടി അമ്മാൻ രാജാവ് ഒപ്പിട്ട് കൊടുക്കണം. അബ്ദുൽ രാജാവ് എന്ന് എൻ്റെ ഓർമ്മ. അന്ന് ഗോൾഡൻ മേയർ 21 വയസ്സുള്ളൂ, വിദേശകാര് മന്ത്രിപറ്റായിരുന്നു. അവർ ചെന്ന് എന്തോ അടുത്ത് വൈപ്പാണ് അത് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് പിന്നെ ജനങ്ങൾ തല്ലിക്കുന്നത് വേറെ കാര്യം. അതുപോലെ ഇപ്പോൾ ചാരസുന്ദരിമാരുടെ ഇടയിൽ വന്ന് വീണിട്ട് ഈ പറഞ്ഞ ലെബനോണിലേക്ക് ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വീണ് പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ സാധനമൊക്കെ വോട്ട് കൊടുത്തൊക്കെ അവർക്ക് എന്ത് കഴിവുണ്ട്, എന്ത് ആത്മാർത്ഥതയുണ്ട്? അതാണോ ഒരു സമുദായ സ്നേഹം, രാജ്യസ്നേഹം എന്നുണ്ട്? സുന്ദരിമാരൊക്കെ പലതും വരും, പലതും കാണിക്കും. പക്ഷെ നമ്മളെ പൊളി നിന്നില്ല, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. അതിൽ മണ്ടത്തും കാണിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും യോജിച്ച് നിൽക്കുമ്പോൾ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ 2 റോക്കറ്റും അല്ലെങ്കിൽ വെച്ച് വിജയിക്കുമോ? ഇപ്പം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക, നമ്മുടെ ഒരു അണികളെ പോലും കൊല്ലാതെ നോക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു സിനിമയിൽ ഭാര്യ ഗർഭിണിയാണ്, എന്നിട്ട് പോലീസുകാരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഭാര്യയെ ഗർഭിണിയാക്കി അഭിനയിച്ച് അവൻ രക്ഷപ്പെടുത്തിയ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ സമുദായത്തിലെ ആൾക്കാർ അവരെ ജീവൻ കളയാൻ നോക്കണം. അതാണ് ബുദ്ധി. ഇത് ഈ പലസ്തീനിൽ കംപ്ലീറ്റ് കളഞ്ഞില്ലേ? എല്ലാ കുഞ്ഞു മക്കൾ, 2 വയസ്സ് പോലെ കുഞ്ഞു മക്കളെ കൊന്നിട്ട്. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ആരെയും കൊല്ലുന്ന നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും കൊല്ലുന്ന കണ്ട് ആസ്വദിച്ച് വാർത്ത വായിക്കുന്ന ചില ഗുളാണ്ടന്മാരെ കാണുമ്പോഴേ നമ്മളൊക്കെ മനുഷ്യനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാണ്. കുഞ്ഞു മക്കളൊക്കെ കൊല്ലുന്നതാണ് എന്തൊരു സന്തോഷമായിട്ടാണ്. ഇപ്പോൾ പേജർ വിട്ട് കുറേ ആൾക്കാർ മരിച്ചു, അതൊക്കെ അതിൻ്റെ വാർത്ത വായിക്കുക, ഒരു ശരീരം ഒക്കെ നോക്കുമ്പോഴല്ലോ എത്ര സന്തോഷമായിട്ടാണ്. ആരെയാണ് മനുഷ്യജീവനിൽ പോകുന്നത്? ഇതൊക്കെ നാളെ നമുക്കും വരാവുന്നല്ലേ? ഇതിപ്പോൾ തട്ടിപ്പൊക്കെ നമ്മൾ വിമാനത്തിൽ പോകാൻ പേജറോ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ പറയാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും കണക്കാക്കാതെ ശത്രുപക്ഷം നിർത്തി ശത്രു തോന്നുമ്പോഴേ അവൻ ചത്താലും വേണ്ടില്ല. അത് ഒരു കാര്യം പറയും, സിനിമയിൽ വില്ലന്മാരെ നായകൻ ഇടിച്ചിടിച്ച് രക്തം ചാർത്തി കണ്ടില്ല ചില ഹിന്ദി സിനിമയിലൊക്കെ, ഇപ്പം മലയാളത്തോടെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊരു മനുഷ്യനാണപ്പോൾ. കാര്യം ആക്ഷനാണ്, അല്ല ഒറിജിനൽ എന്നാലും അതൊരു മനുഷ്യല്ലേ. അത് കണ്ട് ആസ്വദിക്കുകയാണ് സിനിമ കാണികൾ. വില്ലനെ അടിച്ചടിച്ച് മൃതപ്രായാക്കുന്നൊക്കെ കണ്ട് കയ്യടിക്ക് ആസ്വദിക്കുന്നവർക്കുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കണം അതൊരു മനുഷ്യനാണെന്ന്. ഇത് അഭിനയാണെങ്കിൽ പോലും. അതുപോലെ ഈ ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് നേടിയെന്ത് കാര്യം? അപ്പം ഞാൻ വീണ്ടും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഇട്ട് തരാണ്. ഈ ഹമാസും ഈ പറഞ്ഞ ഖൊമൈനിയെല്ലാം അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ചാരന്മാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനെ കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.